PPE കിറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയെ ഞാൻ വളരെ കൗതുകത്തോടു കൂടിയാണ് കാണുന്നത്. നോക്കൂ, 2020 ജനുവരി മാസം 30 എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ അവസ്ഥ? ആദ്യമായിട്ടൊരു കേസ് റിപ്പോർട്ട് ചെയ്യുക. മാർച്ച് മാസം 24 ആകുമ്പോഴേക്കും രാജ്യം മുഴുവൻ സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് പോയി. ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ആ കണക്ക് പ്രകാരം 2020 മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെ ഇന്ത്യയിൽ IMAയുടെ കണക്ക് പ്രകാരം, സർക്കാരിൻ്റെ കയ്യിലെ കണക്കില്ല കേട്ടോ, കേരളത്തിൽ എത്ര ഡോക്ടർമാരാണ് ഈ കോവിഡ് ബാധിച്ച് മരിച്ചത്, ഇന്ത്യയിൽ എത്ര പേരാണ് മരിച്ചത് എന്നതിൻ്റെ ഒരു കണക്കുണ്ട്. 196 ഡോക്ടർമാരാണ് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ആ കണക്കുകളൊന്ന് പറയാം. ഈ ചർച്ചയ്ക്ക് മുൻപ് ആ കണക്ക് പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു. ഒന്ന്, ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച സംസ്ഥാനങ്ങളിലൊന്ന് തമിഴ്നാടാണ്. 43 ഡോക്ടർമാരാണ് മരിച്ചത്. ഗുജറാത്തിൽ മരിച്ചത് 23 പേര്, മഹാരാഷ്ട്രയിൽ മരിച്ചത് 23 പേര്, ബീഹാറിൽ മരിച്ചത് 19 പേര്, വെസ്റ്റ് ബംഗാളിൽ മരിച്ചത് 16 പേര്, കർണാടകയിൽ മരിച്ചത് 15 പേര്, ഡൽഹിയിൽ മരിച്ചത് 12 പേര്, ഉത്തർപ്രദേശിൽ മരിച്ചത് 11 പേര്. ഡബിൾ ഡിജിറ്റിൽ ഡോക്ടർമാർ മരിച്ച സംസ്ഥാനങ്ങളാണ്. ഈ ലിസ്റ്റ് ഏറ്റവും എടുത്തു നോക്കിയാൽ ജമ്മു കാശ്മീരിൽ ഒരു ഡോക്ടർ മരിച്ചു. ഈ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽപ്പെടാത്ത ഒരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം. എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ കോവിഡ് ബാധിച്ചൊരു ഡോക്ടർ പോലും മരിക്കാഞ്ഞത്? ഞാൻ മനസ്സിലാക്കുന്നത് PPE കിറ്റ് അടക്കം അതിൻ്റെ അടിസ്ഥാനമായ സൗകര്യം വളരെ പെട്ടെന്ന് തന്നെ ഒരുക്കുന്നതിൽ അന്ന് സർക്കാർ കാണിച്ച ജാഗ്രതയാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ, ഡോക്ടർമാരെയും നഴ്സുമാരും അടക്കമുള്ള ഒരു മെഡിക്കൽ ഫ്രട്ടേണിറ്റിയെ കോവിഡിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചതും അവരുടെ സേവനം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയതും. ഇത് CAGക്ക് മനസ്സിലാകാതെ പോകുന്നതാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനിപ്പോഴും തോമസ് ഐസക് പറഞ്ഞൊരു ആർഗ്യുമെൻറ്റിൽ ഇപ്പോഴും നിൽക്കുന്നു. CAG പറയേണ്ടത് കണക്കാണ്, രാഷ്ട്രീയമാകരുത് എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ നിലപാട്. എന്നാൽ അതേസമയം തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച അനിത ടെസ്കോട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, ആ വിഷയത്തിൽ അല്പം വ്യക്തത വരാനുണ്ട്. ആ വ്യക്തത പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, സണ്ണി ജോസഫാണല്ലോ അതിൻ്റെ അധ്യക്ഷൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിച്ച് പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ 2 കാര്യങ്ങൾ പ്രേക്ഷകരോട് ഞാൻ പറയാം. ഒന്ന്, അസാധാരണമായ സാഹചര്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നേ വരെ പരിചയമല്ലാത്തൊരു സാഹചര്യത്തിലാണ് കോവിഡിനെ നേരിടാൻ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകർ ഇറങ്ങുന്നത്. ആ സമയത്ത് മുമ്പിൽ കിട്ടുന്ന സംവിധാനങ്ങളെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം. നിങ്ങളെപ്പോഴെങ്കിലും ഒരു എമർജൻസി നടക്കുമ്പോൾ, ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോൾ പർച്ചേസിംഗ് മാനുവൽ ഫോളോ ചെയ്യാറുണ്ടോ? പർച്ചേസിംഗ് മാനുവൽ എപ്പോഴാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഡിസാസ്റ്റർ വരുമ്പോഴല്ല, ഒരു പാൻഡമിക് വരുന്ന സമയത്ത് പർച്ചേസ് മാനുവൽ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഹെലികോപ്റ്ററിൽ വന്നുകൊണ്ട് എന്തിനാണ് രക്ഷിച്ചതെന്ന് CAG ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടിയാണ് കൊടുക്കുക? ബൈക്കിലോ ഓട്ടോറിക്ഷയിലോ വന്ന് രക്ഷിച്ചാൽ പോരെ, അതല്ലേ കുറച്ചുകൂടി ലാഭകരമെന്ന് ഇതേ CAGക്ക് തോന്നിക്കൂടെ? പ്രളയത്തിൽ നടക്കുന്ന സമയത്ത്, വെള്ളം കയറുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഹെലികോപ്റ്ററിൽ ഇവരെ രക്ഷിച്ചു, അതാ പണം എന്തിനു കൊടുത്തു എന്ന് ഇതേ CAG എഴുതുമല്ലോ. ട്രോളിംഗ് നടക്കുന്ന സമയത്ത് മത്തിയുടെ വില 300 രൂപയാകുമ്പോൾ 50 രൂപയ്ക്ക് നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങിയില്ല എന്ന് ഇതേ CAG എഴുതുമല്ലോ. എന്ത് ലോജിക്കാണെന്ന് എനിക്ക് ഇനിയും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ആ ലോജിക്കിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ അനിത ടെസ്കോട്ടിൻ്റെ വിഷയം സർക്കാർ വിശദീകരിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ്? 550 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. എത്ര എണ്ണം കൊടുക്കാമെന്ന് പറഞ്ഞു? 25,000 വേണം. എത്രയാണ് കൊടുക്കാമെന്ന് പറഞ്ഞത്? 15,000. എത്രയാണ് അവരുടെ കപ്പാസിറ്റി ഉള്ളതായിട്ട് അവർ രണ്ടാമത് പറയുന്നത്? 10,000. എത്രയാണ് എത്രയും പെട്ടെന്ന് കൊടുക്കാമെന്ന് പറയുന്നത്? 5,000. ഈ ദിവസം 5,000 പോരെ കേരളത്തിൽ. 15,000, 25,000 PPE കിറ്റ് വേണ്ട സ്ഥലത്ത് 5,000 മാത്രമേ 2 ആഴ്ചക്കുള്ളിൽ കൊടുക്കാൻ കഴിയൂ എന്ന് അനിത ടെസ്കോട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങാൻ തീരുമാനിച്ചത്. നമ്മുടെ നാട്ടിൽ ഈ കയ്യിലിടുന്ന ഗ്ലൗസ് ഉണ്ടായിരുന്നില്ല. ആ ഗ്ലൗസ് എവിടെ നിന്ന് ഇറക്കുമതി ചെയ്തെന്ന് അറിയാമോ? മലേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. അല്ല, ഈ സാൻ ഫാർമ എത്ര ദിവസമാണ് കൊടുത്തത്? എത്രാം ദിവസം CAG റിപ്പോർട്ട്? 2 ആഴ്ചക്കുള്ളിൽ 15,000 കൊടുത്തു. 22 ദിവസത്തിന് ശേഷം 15,000 ദിവസത്തിന് ശേഷം സാൻ ഫാർമ കൊടുത്തു. അനിത ടെസ്കോട്ട് എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കാമെന്ന് പറഞ്ഞു? അനിത ടെസ്കോട്ട് 2 ആഴ്ചക്കുള്ളിൽ 5,000 പറ്റൂ. 2 ആഴ്ചക്കുള്ളിൽ 5,000. ഇവരെത്രയാ കൊടുത്തത്? 22 ദിവസം കഴിഞ്ഞു. എത്ര കൊടുത്തു? 15,000. അപ്പം നിങ്ങൾ നോക്കൂ, നമ്മൾ കാത്തിരിക്കാൻ പറ്റുമോ? 5 ദിവസം കഴിഞ്ഞ ഒരു വിഷയം സംശയത്തിലുള്ള ഉണ്ണിമാലകൃഷ്ണൻ, ഒരാഴ്ചക്കുള്ളിൽ അനിത ടെസ്കോട്ടിന് പരമാവധി കൊടുക്കാൻ 5,000 ഒരാഴ്ചയ്ക്ക്, മറ്റവർ 22 ദിവസത്തിന് ശേഷം 5,000 കൊടുക്കാൻ പറ്റൂ. നമുക്കടുത്ത ഒരു മാസത്തേക്ക് വരുന്ന ദിവസങ്ങളിലേക്ക് കോവിഡിനെ പ്രതിരോധിക്കാൻ ഓരോ ദിവസവും PPE കിറ്റ് മാറണം. ഉപയോഗിക്കുന്ന PPE കിറ്റ് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. തൊട്ടടുത്ത ദിവസം ഉപയോഗിക്കണം. കേരളത്തിൽ ഇതിങ്ങനെ മൾട്ടിപ്പിളായിട്ട് പടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 5,000 കഴിഞ്ഞു. ഇനി 5,000 അടുത്ത ആഴ്ച കഴിഞ്ഞിട്ടേ തരൂ എന്ന് അനിത ടെസ്കോട്ട് പറയുമ്പോൾ സർക്കാർ എന്താ ചെയ്യേണ്ടത്? 550 നിങ്ങൾ തരുന്നത് വരെ കാത്തിരിക്കണം. പകരം എന്താ നമ്മുടെ മുൻപിലുള്ള അവൈലബിലിറ്റി? മുൻപിലുള്ള ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത് എത്രയോ രൂപയാണ്? 1,550 രൂപയാണ് കോട്ടി. അല്ല, ഇപ്പൊ അരുൺ പറയുന്നത് 14 ദിവസമായിട്ടുള്ളൂ. നിങ്ങൾ ഈ പറയുന്നതനുസരിച്ച് 14 ദിവസമായിട്ടുള്ളൂ. മറ്റവർ 22 ദിവസം മാത്രമല്ല 23 to 33 ആണ്. അത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് ആ പർച്ചേസ് ഓർഡർ റദ്ദാക്കിയില്ല. പക്ഷേ അനിത ടെക്സ്കോട്ടിന്റെ പർച്ചേസ് ഓർഡർ റദ്ദാക്കി. അല്ല, ഞാൻ പറയട്ടെ, ഈ സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്കത് കൃത്യമായി കൊടുക്കണം.
PP കിറ്റ് തന്നെ വേണം. PP കിറ്റ് വേണം. അപ്പൊ അതിനകത്ത് തർക്കമില്ല. നിങ്ങൾ ഇവിടുത്തെ പ്രശ്നം അത് അവിടെയും കിട്ടിയില്ല. അവിടെയും 1 month എടുത്തു. നോക്കൂ 5000 ഇതില്ലെങ്കിൽ ഇതൊക്കെ പറയാം. അല്ല ഒറ്റ കാര്യമുള്ളൂ. അരുൺ ഇപ്പൊ പറയുന്നത് ഉണ്ണിബാലകൃഷ്ണൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അനിത ടെസ്കോട്ടിന്റെ 5000 കിട്ടി. ഇനി മറ്റത് ഓർഡർ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. മറ്റത് 21 ദിവസത്തിനുള്ളിൽ 15000 കൊടുത്തു. അതിന് 2 ലോഡായിട്ടാണ് വന്നിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ വന്നു, രണ്ടാമത്തെ ലോഡ് വരുന്നത് രണ്ടാമത്തത്. ഇത് അനിതയ്ക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് സാൻഫാർമയ്ക്ക് കൊടുക്കുക എന്ന തീരുമാനമാണ്. സാൻഫാർമയുമായിട്ട് ബാർഗെയിൻ നടത്തിയിട്ടുണ്ടോ? ബാർഗെയിൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർ വില്ലിംഗ് അല്ല, പൈസ കുറയ്ക്കാൻ തയ്യാറല്ല. സർക്കാരിൻ്റെ മുമ്പിൽ ഒറ്റ വഴിയുള്ളൂ. ഒന്നുകിൽ അനിത ടെസ്കോട്ട് നിർമ്മിക്കുന്നത് പോലെ അവരിതിനകത്ത് വലിയ വൈദഗ്ധ്യമുള്ള കമ്പനി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പിന്നെ റദ്ദ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അനിത ഇത്രയും വലിയ വ്യാപകമായിട്ട് നിർമ്മിക്കാനുള്ള ശേഷിയില്ല എന്ന് മനസ്സിലാക്കുന്നു. അവർ കൃത്യസമയത്ത് 5000 കൊടുക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്നു. 10,000 ഓർഡർ ചെയ്യുന്നു, 10,000 കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല, 5000 വാങ്ങുന്നു. അതേസമയം തന്നെ സാൻഫാർമ 25,000 കൊട്ടേഷൻ ഏറ്റെടുക്കുന്നു. അതിൽ 15,000 21 ദിവസത്തിനുള്ളിൽ കൊടുക്കാമെന്ന് പറയുന്നു. എന്താ സർക്കാർ ചെയ്യേണ്ടത്? ഈ 5000 കഴിഞ്ഞതിന് ശേഷം സർക്കാർ വെയിറ്റ് ചെയ്യണോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഇത് CAG മനസ്സിലാവില്ലേ? ഇതാണ് എൻ്റെ മുന്നിലുള്ള ഏക പ്രശ്നം. അതാണ് നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ സോഴ്സുകളും പൂൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ പൂള് ചെയ്യുന്ന ഒരു അടിയന്തര സാഹചര്യത്തിൽ CAG-യുടെ റിപ്പോർട്ട് ആ സാഹചര്യത്തെ മനസ്സിലാക്കാതെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കണക്ക് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ശരിയാണ്, 10 കോടി 23 ലക്ഷം. വീണ ജോർജ് ഒരു മറുപടി ഒരു കണക്കാ പറയുന്നത്. അതായത് നിങ്ങൾ ഈ പറയുന്ന 15,000 ആണല്ലോ ആകെ ഇവർ ആര് തന്നത്? പിന്നെ സാൻഫാർമ തന്നത്. അതിനു മുമ്പ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന കെയ്റോൺ 1 ലക്ഷം, ന്യൂ കെയർ ഹൈജീൻ പ്രോഡക്ട്സ് 50,000, ബയോമെഡിക്സ് എറണാകുളത്തുള്ളത് 1 ലക്ഷം, പിന്നെ ട്രേഡിംഗ് വെഞ്ചേഴ്സ് 1000, BNS ഹെൽത്ത് എയ്ഡ്സ് 25,000, ഇന്നോവ് കോട്ടിയൻ പ്രൈവറ്റ് ലിമിറ്റഡ് 15,000, സാൻഫാർമ 15,000, പിന്നെ കിറ്റെക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡ് 2 ലക്ഷം. ഇങ്ങനെ 5,06,000 PP കിറ്റുകൾ നമ്മൾ വാങ്ങിച്ചു. എത്ര നാളിനുള്ളിലാ ഇതിന്റെ പീരീഡ് 29/2020 മുതൽ 13/4/2020 വരെ. അതായത് 29/3 എന്ന് പറയുമ്പോൾ മാർച്ച് മുതൽ ഏപ്രിൽ 13 വരെ. അതായത് 30 മാർച്ച് 15 ദിവസത്തിനുള്ളിൽ 15 ദിവസത്തിനുള്ളിൽ വീണ ജോർജ് കൊടുത്ത മറുപടിയാണ്. ആർക്ക് കൊടുത്തിരിക്കുന്ന മറുപടി? എൽദോസ് കുന്നപ്പള്ളിയുടെ ചോദ്യത്തിന് കൊടുത്തിരിക്കുന്ന മറുപടി. 15 ദിവസത്തിനുള്ളിൽ ഈ സംസ്ഥാനം വാങ്ങിച്ചത് 5,06,000. ഇതിൽ രണ്ടാമത്തെ കമ്പനിയുടെ പേരെന്താ? രണ്ടാമത്തെ കമ്പനിയുടെ പേര് ന്യൂ കെയർ ഹൈജീൻ പ്രോഡക്ട്സ്. എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 50,000, 472 രൂപ 50 പൈസ. പിന്നെ അതെ കെയ്റോൺ 1 ലക്ഷം. ഇല്ല പറയട്ടെ, 1 ലക്ഷം കെയ്റോൺ എന്ന് വാങ്ങിച്ചത് 456 രൂപ 75 പൈസ. ഇല്ല. ട്രേഡിങ് എത്രയാ? 483. അതും ചട്ടപ്രകാരമാണല്ലോ. അങ്ങനെയല്ല സർക്കാർ. അപ്പൊ എന്താ പ്രശ്നം? പ്രശ്നം എന്താ? മാർക്കറ്റിൽ നിങ്ങൾക്ക് പൂളിയാവുന്ന എല്ലാം നിങ്ങൾ പൂളി ചെയ്തു. 1 ലക്ഷം വാങ്ങിച്ചത് 452 രൂപയുള്ളൂ. 1 ലക്ഷം വാങ്ങിച്ചത് 452 രൂപയുള്ളൂ. 15,000 സാൻഫാർമയിൽ വാങ്ങിക്കുമ്പോഴാണ് 1,550 പ്ലസ്. അതെത്രയെന്നറിയോ? 1,550 നിർത്തുന്നില്ല, 1,736 രൂപ ടാക്സ് അടക്കം. 1,736 രൂപ. ഞാൻ പറയുന്നത് 1 ലക്ഷം കെയ്റോണിൽ നിന്ന് വാങ്ങിക്കുന്നു. 5 ലക്ഷം വാങ്ങിക്കുന്നത് 15,000 എണ്ണം വാങ്ങുന്നത് 1,550 രൂപയ്ക്കാണ്. ഇനി ആ 15,000 വാങ്ങേണ്ടത് വെക്കണമായിരുന്നോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, അങ്ങനെ വേണ്ട, അങ്ങനെ ചോദിക്കണ്ട. അങ്ങനെ ചോദിക്കണ്ട. അല്ല, നിങ്ങൾക്ക് ചോദിക്കാം. ജോർജിന്റെ മറുപടിയാണെന്ന് ഇത് ഞാൻ ഈ പറഞ്ഞത്. ആരോഗ്യമന്ത്രി ആര് പറഞ്ഞാൽ എന്താ നമ്മളെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്നത്. ശരി, മാത്രമല്ല ഇപ്പൊ ഉണ്ണി ബാലകൃഷ്ണൻ പറയാൻ കഴിയും അനിത ടെസ്കോട്ടിന് ഈ നിശ്ചിത കാലത്തിനുള്ളിൽ 15,000 എണ്ണം കൊടുക്കാൻ കഴിയുമായിരുന്നുവെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ പറയാൻ കഴിയില്ലല്ലോ. വാങ്ങിച്ചിരിക്കുന്നത് 5,000 വാങ്ങിയിട്ടുള്ളൂ. അല്ല, ആയിക്കോട്ടെ, 5,000 തരാൻ ആ സമയത്ത് സർക്കാർ കൊടുത്തിരിക്കുന്നത്. ആയിക്കോട്ടെ, അനിത ടെക്സോട്ടിനെ വിട്, അവർക്ക് 5,000 പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ശരി, നിങ്ങൾ അത് സമ്മതിച്ചു. ഉടനെ തന്നെ നിങ്ങൾ മെയിലിട്ട് അങ്ങോട്ട് ചോദിക്കുകയാണ്. ആ മെയിലുണ്ട്. അല്ല, മെയിലിടാം. എന്നിട്ട് 1,500 ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് വാങ്ങിക്കാം. ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നു. അവിടെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് അതിന്റെ ഒരു അഡ്രസ്സ് തരൂ, ഞങ്ങൾ അങ്ങോട്ടേക്ക് അടുത്ത മെയിൽ അയക്കാം. എന്നിട്ട് 15,000 ഇത് വാങ്ങിക്കുന്നു. ഞാൻ പറയുന്നത് എന്റെ പൊന്നു സാറേ, ഈ പറയുന്ന കെയ്റോണിൽ നിന്ന് 1 ലക്ഷം വാങ്ങിക്കുമ്പോൾ എത്രയാണെന്നറിയോ? ഒരെണ്ണത്തിന്റെ വില 456 രൂപ 75 പൈസ. 456 രൂപ 75 പൈസ. അത് കഴിഞ്ഞിട്ട് അപരാധമല്ല, ബയോമെഡിക്സ് എറണാകുളം അപരാധമാവുന്നത് അത് ടാക്സ് അടക്കാം.
എറണാകുളത്ത് ബയോമെഡിക്സ് 1,483,000 രൂപ. പറഞ്ഞു വരുന്നത് അനുസരിച്ച് നോക്കിയാൽ സർക്കാർ നിശ്ചയിച്ചതിലും കുറവ് തുകയ്ക്കാണ് ഭൂരിപക്ഷം കിറ്റുകളും വാങ്ങിയിരിക്കുന്നത്. 5,76,000. ആകെ 15,000 കിറ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ്. അവിടെയാണ് ചോദ്യം ഇതാണ്. ആ 15,000 കിറ്റിന്റെ ആ കോണ്ടെക്സ്റ്റിന്റെ വാല്യൂ CAG കണക്കിലെടുക്കുമായിരുന്നു. കോണ്ടെക്സ്റ്റിന്റെ വാല്യൂ എന്താണെന്നാ ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു മെഡിക്കൽ പ്രൊഫഷണലിന്റെ ലൈഫ്, ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ലൈഫ് ഒന്നും പ്രശ്നമല്ല ഇവിടെ. ഒരു 15,000 മാത്രമല്ല, ഭയങ്കര രസകരമായിട്ട് അവതരിപ്പിച്ചത് എന്നറിയോ? ജമ്മു കാശ്മീർ മുതൽ തമിഴ്നാട് വരെ ഡോക്ടർമാർ മരിച്ചു. അതിനകത്ത് വിഷമമുണ്ട്. പക്ഷെ കേരളം അങ്ങനെയല്ല കേട്ടോ. കേരളം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ആരോഗ്യരംഗത്ത് അങ്ങ് ശക്തി പ്രാപിച്ച സ്ഥലമല്ല. നമ്മൾ വളരെ ശക്തമായിട്ട് നമ്മുടെ പരിസര ശുചീകരണം നടത്തുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ നമ്മളുടെ ഹോസ്പിറ്റലുകളെ വെൻ കമ്പയറിംഗ് വിത്ത് അതർ സ്റ്റേറ്റ് മനോഹരമായിട്ട് നിർത്തുന്നുണ്ട്. അങ്ങനെയൊന്നും ഡോക്ടർമാർ മരിക്കത്തില്ല ഇവിടെ. അങ്ങനെയാണെങ്കിൽ മഞ്ഞപ്പിത്തവും അതുപോലെ കോവിഡ് മാത്രമല്ലല്ലോ. കേരളത്തിന്റെ പൊതുജനാരോഗ്യം മെച്ചപ്പെട്ടതുകൊണ്ടാണോ ഡോക്ടർമാർ? അങ്ങനല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിവ് വളരെ പ്രധാനമാണ്. നമ്മളിപ്പോ കോവിഡ് വന്നോടെ തന്നെ മാസ്ക് ഉപയോഗിച്ചൊരു കമ്മ്യൂണിറ്റിയിലേക്ക് മനോഹരമായിട്ട് മാസ്ക് ഉപയോഗിച്ചു. താങ്കളെ പറയാൻ ഒറ്റ കാര്യം പറഞ്ഞു. താങ്കൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ 5,06,000 PPE കിറ്റ് വാങ്ങിച്ചപ്പോൾ കൊടുത്തിരുന്ന പൈസയിൽ നിന്ന് 3 ഇരട്ടി 15,000 കൊടുത്തു. ഒരു തെറ്റാണോ എന്നാ ചോദിച്ചത്. അത് തെറ്റാണ് എന്നാണ് CNDG പറയുന്നത്. കാരണം എന്താ അറിയോ? CNDG അത് പറയാം, താങ്കൾക്ക് പറയാം, യു ഹാവ് ദ റൈറ്റ്. പക്ഷേ CNDGയുടെ പണി ഇതിനകത്തൊരു അബ്നോർമാലിറ്റി കാണുകയാണെങ്കിൽ അത് ട്രാക്ക് ചെയ്യുകയും അത് കൃത്യമായി സർക്കാരിനോട് ചോദിക്കുകയും അതിന്റെ വിസ്തീർണം. ഇനി ഈ CAG റിപ്പോർട്ട് അന്തിമമാണോ? അല്ല, അന്തിമമല്ല. ഈ CAG റിപ്പോർട്ട് എപ്പോഴാണ് ശരിയാവുക? ആ ചോദ്യത്തിന് മറുപടി ഒറ്റക്കാര്യം 4 തവണയായി പറയുന്നത്. CAG റിപ്പോർട്ട് അന്തിമമല്ല. CAG റിപ്പോർട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിക്കും. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിക്കുന്ന സമയത്ത് ആ സമയവും സാഹചര്യവും കണക്കിലാക്കിയാണ് CAG അതിന് മൂല്യം കൽപ്പിക്കുക. 700 കോടിയുടെ ഒരു കേസ് ലോകായുക്ത കിടപ്പുണ്ടല്ലോ. CAG എത്രയാ പറയുന്നത്? 10,23,000. 690 കോടി ബാക്കി എവിടെ പോയി? ആ കേസ് എവിടെ പോയി? അന്തിമ റിപ്പോർട്ടായത്. ഈ CAGയുടെ റിപ്പോർട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിച്ച് അന്തിമ തീരുമാനം എടുക്കുന്നത് വരെ CAG റിപ്പോർട്ട് എന്നുള്ളത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് സ്വീകരിക്കാം, അത് തള്ളിക്കളയാം. നമ്പർ 2, അത് ശരിയാണല്ലോ. ആ വസ്തുത താങ്കൾക്ക് വിയോജിപ്പില്ലല്ലോ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി തീരുമാനിക്കല്ലേ CAG റിപ്പോർട്ട്? ആയിക്കോട്ടെ, അതല്ലല്ലോ, അതിനകത്തല്ലോ. അല്ലല്ല, ബാക്കി എനിക്ക് പറയണം. അല്ലല്ല, ആ ചോദ്യത്തിലാണ് അങ്ങ് ഉത്തരം പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം ഡോക്ടർമാരുടെ കാര്യം. ഒരു പൊതുജനാരോഗ്യ സംവിധാനം കേരളത്തിൽ മെച്ചമായതുകൊണ്ട് കോവിഡ് ബാധിക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റായ അസംഷനാണ്. പൊതുജനാരോഗ്യവും അതുമായിട്ട് നേരിട്ട് ബന്ധമല്ല. നമുക്കെന്താ പാൻഡമിക് എന്നുള്ളത് വരുന്ന സാഹചര്യങ്ങളിൽ അതിനെ ആ സാഹചര്യത്തിൽ ക്രൈസിസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ആ ക്രൈസിസ് മാനേജ് ചെയ്യുന്നത് പാൻഡമിക് മാനേജ്മെന്റ് എന്നുള്ളത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോലെ ഒരു പ്രക്രിയയാണ്. നിങ്ങളുടെ സംസ്ഥാനം മികച്ച പ്രകൃതി സംരക്ഷണമുള്ള സംസ്ഥാനമായിരിക്കും. പക്ഷേ വയനാട് പോലെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ മരിച്ചു പോകുന്നത് പ്രകൃതിയുടെ മാത്രം പ്രശ്നങ്ങളല്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതുപോലെയാണ് പാൻഡമിക്കും. ആ പാൻഡമിക് വരുന്ന സമയത്ത് കോവിഡിനെ മരിച്ചു സാർ. പക്ഷേ ഉത്തർപ്രദേശിലെ പോലെ നിങ്ങൾക്ക് പുഴകളിൽ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നത് കാണാൻ സാധിച്ചില്ല. ആരും കാണാതെ ഡൽഹിയിൽ മട്ടുപ്പാവിൽ മൃതദേഹങ്ങൾ കേരളത്തിൽ വന്നില്ല. ഉണ്ണി ബാലകൃഷ്ണൻ, മോശമാകാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന അസാധാരണമായ നീക്കങ്ങളിലൂടെയാണ് കേരളം ശ്രദ്ധിക്കപ്പെടുക. 10 കോടി അതാണ് പറഞ്ഞത്. ഞാൻ ഈ പറയുന്നത് CAG രാഷ്ട്രീയം കളിക്കുന്നില്ലെന്ന നിലപാട് ഉണ്ണി എന്നുള്ളതാണ് എന്റെയും കൂടി പക്ഷം. പൂർണ്ണമായിട്ടും തള്ളുന്നില്ല. ഒരു നിമിഷം നോക്കൂ. ഞാൻ വാദം പൂർത്തിയാക്കട്ടെ.
ഉന്നയിച്ചത് ആരാണെന്ന് വാദം അന്ന് സിയാൻഡിക്ക് പ്രശ്നമില്ല. വാദം പൂർത്തിയാക്കട്ടെ. അല്ലല്ല, വാദം പൂർത്തിയാക്കി. അന്ന് വളരെ ശക്തമായിട്ട് അത് രാഷ്ട്രീയമായി മൻമോഹൻ സിംഗ് സർക്കാരിനെതിരായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷം അതിശക്തമായി ഉന്നയിച്ച റിപ്പോർട്ട് എന്താ? സിയാൻഡേജ് റിപ്പോർട്ടാണ്. 2G സ്പെക്ട്രം അഴിമതിയാണ്. സുരേഷ് കൽമാരി നടത്തിയ മറ്റേ കോമൺവെൽത്ത് അഴിമതിയാണ്. കൽക്കരി ഖനി അഴിമതിയാണ്. അപ്പൊ സിയാൻഡേജിക്ക് രാഷ്ട്രീയമില്ല. മനസ്സിലാവാതെ പോകുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പർച്ചേസിംഗ് മാനുവൽ നോക്കി CAG റിപ്പോർട്ട് സാമാന്യ യുക്തി ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ പതിയെ പോയി ഫയർഫോഴ്സിനെ വിളിക്കുമോ അതോ നമ്മൾ അവിടെ ഇരിക്കുന്ന ബക്കറ്റിൽ ഒഴിക്കുമോ? ഉണ്ണിബാലകൃഷ്ണൻ, ഒരു കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനമാണ്. ഒരു പാൻഡമിക്കിന്റെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പർച്ചേസിംഗ് മാനുവൽ നോക്കി നിങ്ങൾക്ക് 580 രൂപയിൽ കുറവാണെങ്കിൽ ഇത് വേണ്ട എന്ന് തീരുമാനിക്കേണ്ട സാഹചര്യമല്ലാത്ത സാഹചര്യത്തിൽ ആകെയുള്ള 5,30,000 കിറ്റ് വാങ്ങിയതിൽ 15,000 കിറ്റ് കൂടി വേണ്ടുന്ന സാഹചര്യത്തിൽ അത് 1,550 രൂപയ്ക്ക് വാങ്ങി എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം. ആ വിശദീകരണത്തിൽ അസ്വാഭാവികമായി ഞാനൊന്നും കാണുന്നില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CAG റിപ്പോർട്ട് ഇതേപോലെ പല ഘട്ടങ്ങളിലും പുറത്തു വന്നിരിക്കുന്നത് ഇതേപോലെയുള്ള അസംബന്ധങ്ങളാണ് പലപ്പോഴും CAG എഴുതി പിടിപ്പിക്കാറ്. അത് രാഷ്ട്രീയമായ സംബന്ധങ്ങളാണെന്ന് കൂടി വിശ്വസിക്കുന്നു. CAG പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. 2020 മുതൽ 2016 മുതൽ 2022 വരെയുള്ള CAG റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അസംബന്ധമാണ് എന്നുള്ളത് ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ടതാണ്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണിത്. 700 കോടി എന്നൊക്കെ പറഞ്ഞ് ലോകായുക്തയിൽ കേസിന് പോയവർക്കുള്ള തിരിച്ചടി കൂടിയാണ്. അവരെ ബാലകൃഷ്ണൻ 700 കോടി രൂപയ്ക്ക് ലോകായുക്തയിൽ കേസിന് പോയവർക്കുള്ള തിരിച്ചടി കൂടിയാണ് ഈ CAG റിപ്പോർട്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കാര്യം CAG കണ്ടെത്തിയത് പരമാവധി 10 കോടി 23 ലക്ഷമാണ് അധികമായി സർക്കാരിന്റെ പർച്ചേസിംഗ് മാനുവലിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടെത്തിയത്. എൻ്റെ ഒരൊറ്റ വാദം, ആ പർച്ചേസിംഗ് മാനുവൽ പരിശോധിക്കുകയോ പർച്ചേസിംഗ് മാനുവൽ കൃത്യമായി ഫോളോ ചെയ്യാനോ ശ്രമിച്ചാലും അത് നടപ്പിലാക്കാത്ത ഒരു സാഹചര്യമായിരുന്നു പാൻഡമിക്കിൻ്റേത് എന്നാണ്. ആ സാഹചര്യത്തിലാണ് സർക്കാർ ഇത് വാങ്ങാൻ നിർബന്ധിതമായത് എന്നാണ്. എന്നാൽ അതേസമയം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ കമ്പനികൾ കോട്ട് ചെയ്തിരിക്കുന്ന കണക്കുകൾ, ആ കണക്കുകൾ പരിശോധിക്കപ്പെടണം. അതുകൊണ്ട് ഇത് അന്തിമമല്ല. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിലാണ്. സണ്ണി ജോസഫ് പ്രതിപക്ഷത്തുള്ള MLA ആണ്. അദ്ദേഹമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹമാണ് CAG റിപ്പോർട്ട് പരിശോധിക്കുന്നത്. പരിശോധിച്ചതിന് ശേഷം വ്യക്തത വരട്ടെ. നമുക്ക് ആ സമയത്ത് ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്താം. പക്ഷേ ഒരു ഡോക്ടറെയും മരണത്തിന് വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചു പിടിച്ച ആരോഗ്യ മേഖലയെ തള്ളിപ്പറയാൻ ഞാൻ തയ്യാറല്ല. Meet the editors.